ചേച്ചി നല്ലതായിട്ട് പഠിച്ച് ഒരു ഡോക്ടർ ആവുക, അതാണ് ആഗ്രഹം. കേട്ടോ, അനിയൻ വരെ ഉപദേശിച്ചു തുടങ്ങി, കേട്ടല്ലോ അല്ലേ? പക്ഷെ ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ടല്ലോ. മോള് മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. ഇപ്പം അമ്മയോട് എന്താ പറയാൻ തോന്നുന്നത്? ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. വേറായിട്ടില്ല, എന്നാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജിവിയുടെ അമ്മയുടെ സ്വപ്നമാണ്. അപ്പൊ അമ്മയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഒക്കെ തന്നെയാണ് ആഗ്രഹം. ഒരു ബിഗ് താങ്ക്സ് ടു അഡ്വാൻസ് സാർ, അങ്ങനൊരു വഴി ഉണ്ടാക്കി തന്നത്. അവരുടെ അച്ഛനാണെങ്കിൽ ഷോക്ക് വന്നിട്ട് കിടപ്പിലാണ്. ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് സാറിന്റെ എനിക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ അറിയുന്നു. സാറുമായിട്ട് കണക്ഷൻ ആവുന്നു. സാർ നല്ല സപ്പോർട്ട് തന്നു. ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് സാറിന്റെ സാറാണ്. അതെനിക്ക് നേടി തന്നു. ഇനി അവളുടെ കയ്യിലാണ് പഠിച്ചു നല്ല രീതിയിൽ പുറത്തിറങ്ങുക. എല്ലാവരും അവരവരുടെ അമ്മയുടെ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠിച്ച് പുറത്തു വരാം. 5-6 വർഷം കഴിഞ്ഞ് നല്ലൊരു ഡോക്ടറായി വെളിയിലിറക്കാം. മേഡത്തിന്റെ കേസിന് എനിക്ക് ഭയങ്കര ഒരു നല്ല റിലേഷൻ തോന്നിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. കാര്യം വേറൊന്നല്ല, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ജോയിച്ചേട്ടന്റെ ജ്യേഷ്ഠന്റെ അനിയന്റെ മകളാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങലല്ലേ. പിന്നെ സാർ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഒരു 6 months ആയിട്ട് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പാണ്. മാഡം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിനെ ക്യൂസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവര് ആറ്റിങ്ങൽ ചിറകീടുന്ന് നമ്മുടെ ക്യൂസിന്റെ അടുത്ത് അറന്റിന് താമസിക്കുന്ന ആ ഒരു ടൈമിലാണ് കോണ്ടാക്ട് ചെയ്തത്. നമ്മൾ കുറെ സംസാരിച്ചു, അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് സംസാരിച്ചു. അങ്ങനെ കുറെ സംസാരിച്ചിട്ടാണ് ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് വരുന്നത്. സോ എനിഹൗ ഈ ഒരു അമ്മയുടെ കഷ്ടപ്പാടിനുള്ള ഒരു പ്രതിഫലം മോൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിയല്ലടാ അഖിലേ? ഓക്കെ. സർ, ഒത്തിരി ഏജൻസികൾ ഉണ്ടല്ലോ അല്ലെ? ഇപ്പോ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ നോക്കുമ്പോ, പക്ഷെ നമ്മുടെ ഏജൻസിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അമ്മയാണെന്ന് തോന്നുന്നില്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അമ്മയുടേതാണ്. അപ്പോ ഒത്തിരി ഏജൻസികൾ ഒത്തിരി ആഡ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഏജൻസിയുമായിട്ട് സംസാരിച്ചപ്പോ എന്താണ് ഒരു കോൺഫിഡൻസ് ലെവലിൽ വന്ന മാറ്റം? അരുൺ സാറുമായിട്ട് സംസാരിച്ചപ്പോഴുള്ള അവസാനത്തെ സംസാരം കേട്ടപ്പോൾ ഒരു വിശ്വാസവും നല്ല പുറത്തോട്ട് വിടാൻ അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം കൂടെ വേണമെന്നൊരാഗ്രഹം. പക്ഷെ സാറിന്റെ സംസാരം കേട്ടപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും കിട്ടിയത്. അങ്ങനെ എനിക്ക് ഇത് മനസ്സിലായി. അല്ലാതെ അവളെ പുറത്തോട്ട് വിടാൻ അത്ര ആഗ്രഹമില്ലായിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു സർ? സാറിന് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും പേരും ഇത്രയും പാരന്റ്സും ഇത്രയും സപ്പോർട്ടുള്ള ഏജൻസി നമ്മുടെ മെമ്പേഴ്സ് എല്ലാരും നിൽക്കുമ്പോ എന്താ സാറിന് ഇപ്പൊ തോന്നുന്നത്? എനിക്ക് താല്പര്യമില്ലാത്തല്ല, മോളെ താല്പര്യമായാണ് കാര്യങ്ങൾ നടന്നത്. ഞാൻ സംസാരമെല്ലാം സാറിനോട് സംസാരിക്കാൻ വൈഫായിരുന്നു. പിന്നെ വൈഫിന്റെ ഒരു സഹോദരമുണ്ട്, പുള്ളിയാണ് സാറുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തത്. എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി വന്നത് മാത്രമേ. പക്ഷെ ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ടല്ലോ. മോള് മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. ഇപ്പൊ പലരും പൈസ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ വീട് വരെ വിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അവര് അതിലേക്ക് വേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്തോഷം ഉണ്ടാകും. അതാണ് യാഥാർത്ഥ്യം. വളരെ സത്യസന്ധമായ ഒരു പോയിന്റ് ആണ്. ഇത് സന്തോഷത്തിന്റെ തുടക്കമാണ്. ഇനി റിയൽ സന്തോഷം വരുന്നത് നമ്മൾ പാസ് ഔട്ട് ആയിട്ട് ഫ്ലൈയിങ് കളേഴ്സോടുകൂടി പുറത്തു വരുമ്പോഴാണ്. വെരി വാല്യൂ പോയിന്റ്സ്. താങ്ക് യു. അപ്പൊ നല്ലൊരു ഫോട്ടോഗ്രാഫ് എടുക്കാം.
നിഷ, ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുമ്പോ എന്താണ് മനസ്സിൽ കൊണ്ടുപോകുന്ന ആ ഒരു സ്വപ്നം? പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്വപ്നം, നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നം, സ്വന്തമായിട്ടുള്ള സ്വപ്നം, എന്താണ് മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അല്ലെ സ്വപ്നം ഇപ്പോ? ഇപ്പം പഠിച്ച് നന്നായിട്ട് വന്ന് ഇവിടെ എക്സാം ഒക്കെ എഴുതി പാസ് ഔട്ടായി PG ഒക്കെ ചെയ്യുന്ന നല്ല ആഗ്രഹമുണ്ട്. പപ്പ ഒരു പ്രൗഡ് ആക്കണം ആഗ്രഹം. ഉറപ്പായിട്ടും നിഷയ്ക്ക് അച്ഛനെ ഒത്തിരി പ്രൗഡ് ആക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ആക്ച്വലി യു ഹാവ് ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഉറപ്പായിട്ടും. എന്താണ് സാറിന് പറയാനുള്ളത്? മോള് നല്ല വലുത് പഠിച്ചു, PG ഒക്കെ മേടിച്ച് പെട്ടെന്ന് ഒരു ഡോക്ടർ ആകുന്ന. അമ്മയുടെ അടുത്ത് 2 വാക്ക്. അവൻ നല്ല വൃത്തി പഠിച്ചിട്ട് അനേകർക്ക് വേണ്ടി ഒരു നല്ലൊരു മകളായി ആരാണ് കൂടുതൽ അഡ്മിഷൻ പ്രോസസ്സും ബാക്കി കാര്യങ്ങളും എല്ലാം? അച്ഛൻ തന്നെയാണല്ലേ? ഇവിടെ എല്ലാം ഒറ്റയാൾപ്പെട്ട ആൾ അച്ഛനായിരുന്നു. എന്റെ ചേട്ടന്റെ മോള്. അപ്പൊ ഇത് ചോദ്യം ഓക്കെ. ആൻസിയുടെ ഫസ്റ്റ് കസിന്. ഓ സൂപ്പർ. അപ്പൊ കുടുംബത്തിൽ തന്നെ കുറെ പേരുണ്ട് പറയാനല്ല ഇങ്ങനെ കുടുംബത്തിലുള്ളത്. ഒന്നും രണ്ടല്ലോ പറയുന്നു. അടിപൊളി. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കൊള്ളാം. അനിയൻ എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചിക്ക് ഒരു ഉപദേശം? ഒന്നുമില്ലല്ലേ? ആയിക്കോട്ടെ. എന്തെങ്കിലും ഇപ്പഴാ ഒരു സമയം കിട്ടിയത്, എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ. ചേച്ചി നല്ലതായിട്ട് പഠിച്ച് ഒരു ഡോക്ടർ ആവുക, അതാണ് ആഗ്രഹം. കേട്ടോ, അനിയൻ വരെ ഉപദേശിച്ചു തുടങ്ങി. കേട്ടല്ലോ അല്ലേ? അടിപൊളി. നല്ലൊരു ഫോട്ടോ എടുക്കാം.